കാസർഗോഡ് കാര്യങ്കോട് പുഴയിലുണ്ടായ കുത്തൊഴുക്കിൽ അച്ചാംതുരുത്തി കിഴക്കേമുറി ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലം തകർന്നു. കിഴക്കേമുറി കാര്യപ്രദേശങ്ങളിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടു. പ്രദീപ് നാരായൺ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അച്ചാന്തുരുത്തി കിഴക്കേമുറി കാരി തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു നടപ്പാലമാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഇങ്ങനെ തകർന്ന് ഇല്ലാണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഏകദേശം മധ്യഭാഗത്ത് വെച്ച് തകർന്നൊരു സാഹചര്യമായിരുന്നു. 20 വർഷം പഴക്കമുള്ള പാലമാണ്. അത് പുതുക്കി പണിയുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ നീക്കിവെച്ച ഒരു സമയത്താണ് ഇങ്ങനെ പാലം തകരുന്നൊരു സാഹചര്യമുണ്ടായത്. ഇപ്പോൾ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നാരായണൻ നമുക്കിപ്പോൾ ചേരുകയാണ്. ഒരു താൽക്കാലിക പരിഹാരത്തിന് ആവശ്യമായ കാര്യം പഞ്ചായത്ത് നേരത്തെ തയ്യാറാക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി അത്യാവശ്യം റിപ്പയറിന് വേണ്ടുന്ന ഒരു ഫണ്ട് നീക്കിവെച്ചാണ്. അപ്പോൾ ആ ഫണ്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ സർക്കാരിൻ്റെ കാര്യമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഒരു ഫണ്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പാലം പൂർത്തിയാക്കാൻ കഴിയൂ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ രണ്ട് കരകളിലത്തെ ജനങ്ങൾ പരസ്പരം സ്കൂളിപ്പുറം അച്ചാന്തുരുത്തിയിൽ സ്കൂളുണ്ട്, സ്കൂളിലേക്ക് കിഴക്കേമുറി കാരി ഭാഗത്തുള്ള കുട്ടികൾ വരേണ്ടതാണ്. അതുപോലെ തന്നെ കാരിയിൽ ആശുപത്രി ഉണ്ട്, ഗവൺമെൻറ് ആശുപത്രി അവിടെയാണ്. അച്ചാന്തുരുത്തി ഭാഗത്തുള്ള ആളുകൾക്ക് ആശുപത്രിയിലേക്ക് പോകാനും പരസ്പരമൊക്കെ അതുപോലെ തന്നെ പാൽ സൊസൈറ്റിയിൽ പാല് കൊടുക്കാനും വാങ്ങാനൊക്കെ ആളുകൾ വരുന്നുണ്ട്. അടിയന്തരമായിട്ടൊരു പരിഹാരം എങ്ങനെയാണ്? ആ ഒരു റോഡ് പാലത്തിൻ്റെ സൗകര്യം തന്നെ അടിയന്തരമായിട്ട് പരിഹാരം എന്തെങ്കിലും പ്രത്യേകം റിപ്പയറാക്കിയിട്ട് എന്തെങ്കിലും കൊടുക്കാം. പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് റോഡ് പാലം ഉണ്ടാക്കുന്നതിൻ്റെ പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാം. പ്രദേശവാസികളും നമുക്ക് ശരിയാണ് ചേട്ടാ, അത് ഏറ്റവും പ്രയാസപ്പെടുന്നത് ഈ അച്ചാന്തുരുത്തി ഇല്ലാതെ അത് പല കാരിയിൽ മറ്റേ ആശുപത്രിയിലെല്ലാം പോകാനും ഇവിടെ അതിലെ പ്രധാനപ്പെട്ട എല്ലാവരും ബന്ധപ്പെടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പ്രദേശത്തിലെ ആളാണ്. ഇവിടെ ഒരു നടപ്പാലമല്ല വേണ്ടത്, ഒരു റോഡ് പാലം തന്നെ വേണം. ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.